ഇടുക്കി ഗ്രാമ്പിയിൽ ഇറങ്ങിയ കടുവ അവശൻ എന്ന് വനം വകുപ്പ്. കാലിന് ഗുരുതരമായി പരിക്കേറ്റ കടുവയ്ക്ക് നിലവിൽ നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. തീർത്തും അവശനായതിനാൽ മയക്കുവെടി വെച്ച് പിടികൂടാൻ കഴിയില്ലെന്ന് വെറ്ററിനറി ഡോക്ടർമാർ വനം വകുപ്പിനെ അറിയിച്ചു. മേഖലയിൽ വനം വകുപ്പ് നിരീക്ഷണം തുടരുകയാണ്. വിവരങ്ങളുമായി സുബിൻ തോമസ് ഒപ്പച്ചേരുന്നു. സുബിൻ, ഈ മയക്കുവെടി വയ്ക്കാതെ ചികിത്സ നൽകലും സാധ്യമല്ലല്ലോ. എന്താണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്? രാവിലെ മുതൽ തന്നെ നിലവിൽ ഇപ്പോൾ ഈ കടുവ എവിടെയെന്നടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ കടുവ എവിടെ സ്ഥിരീകരിച്ച ആ ഒരു സ്ഥലത്തിനോട് ചേർന്ന് തന്നെ ഇപ്പോഴും കടുവ ഉണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് നൽകുന്ന വിശദീകരണം. അതോടൊപ്പം തന്നെ ഈ കാലിന്റെ പരിക്ക് അത് ഗുരുതരമായിട്ടുള്ള പരിക്കാണ് എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇന്നെന്തായാലും അല്പസമയത്തിനകം തന്നെ വെറ്റിനറി ഡോക്ടർ സ്ഥലത്തെത്തുന്നുണ്ട്. ഇതിനുശേഷം ഈ കടുവയുടെ ദൃശ്യങ്ങൾ നിലവിൽ ഡ്രോൺ ഉപയോഗിച്ച് ഇന്നലെ ശേഖരിച്ച ദൃശ്യങ്ങളുണ്ട്. ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ച ശേഷം ഒരു തുടർ നടപടിയിലേക്ക് കടക്കാനാണ് വനംവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ കാലിന് പരിക്കുണ്ട്, അതോടൊപ്പം തന്നെ ഈ ഭക്ഷണം കഴിക്കാൻ, അതായത് ഇര പിടിക്കാൻ കഴിയാത്തൊരു സാഹചര്യം, അതുകൊണ്ട് തന്നെ ഈ തീർത്തും അവശനാണ് കടുവ. ആ ഒരു സാഹചര്യത്തിൽ മയക്കുവെടുക്കാൻ സാധിക്കുമോ നടക്കുമുള്ള കാര്യങ്ങളാണ് വനംവകുപ്പ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ കൂട്ടിൽ കയറാനുള്ള സാധ്യത ആണ് വനംവകുപ്പ്, കൂട്ടിൽ കയറുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് വനംവകുപ്പിനുള്ളത്. ഈ കൂടിനോട് ചേർന്ന് ഏകദേശം കഴിഞ്ഞ ദിവസം കണ്ട ഒരു സ്ഥലത്തിന് എതിർവശത്തായാണ് നിലവിൽ ഇപ്പോൾ ഈ കടുവയുള്ളത്. ഒരു ചതുപ്പിലാണ് കടുവയുള്ളത്. ഏകദേശം കൂടിനടുത്ത് നിന്ന് 300 മീറ്റർ മാറിയാണ് കടുവ ഉള്ളത് എന്നുള്ളതാണ് വനംവകുപ്പ് നൽകുന്ന വിശദീകരണം. ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ ഈ കൂട്ടിലേക്ക് നടന്നു നീങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇപ്പോൾ ഡോക്ടർ വന്നാൽ പരിശോധിച്ചെങ്കിൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരം ലഭിക്കുകയുള്ളൂ. ഈ കൂട്ടിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ മയക്കുവെടി വെക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് വനംവകുപ്പ് എത്തിയിട്ടുള്ളത്. അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഏത് തരത്തിൽ വേണമെന്നടക്കം കാര്യങ്ങളെല്ലാം തന്നെ അല്പസമയത്തിനകം തന്നെ ഡോക്ടർ എത്തും. അതിനുശേഷമാവും അക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുക. മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സ നൽകുക എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ വനംവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. അതായത് കൂട്ടിന്റെ ഭാഗത്തേക്ക് ചെല്ലുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു തീരുമാനത്തിലേക്കാണ് വനംവകുപ്പ് നിലവിൽ എത്തുന്നുള്ളത്. എന്തായാലും നിലവിൽ ഇപ്പോഴും ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനകൾ തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഒരു പ്രദേശത്തിന്റെ അടുത്ത് തന്നെ ഈ ഒരു കടുവ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയാണ്. അതിൽ ഈ മുമ്പ് കണ്ട ആ ഒരു ഭാഗത്ത് കടുവയുണ്ടോ, അതായത് ഈ ചതുപ്പ് പ്രദേശത്ത് കടുവയുണ്ട്. ഇന്നലെ അവിടെയാണ് വൈകുന്നേരത്തോട് കടുവയെ ലൊക്കേറ്റ് ചെയ്തത്. ആ ഭാഗത്താണ്. ആ ഭാഗത്ത് തന്നെ കടുവയുണ്ടോ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിലവിൽ ഇപ്പോഴും ഡ്രോൺ ഉപയോഗിച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ കടുത്ത മൂടൽമഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആദ്യത്തെ മണിക്കൂറുകളിൽ, അതായത് പുലർച്ചെയുള്ള സമയങ്ങളിൽ ഒരു 9 മണി വരെ ഈ കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അതായത് ഡ്രോൺ നിരീക്ഷണം നടത്താൻ സാധിച്ചിരുന്നില്ല. കനത്ത മൂടൽമഞ്ഞായിരുന്നത് കൊണ്ട് തന്നെ അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തുകയും കടുവയെ അവിടെ ഉണ്ടോ എന്നുള്ള ദൃശ്യങ്ങളെല്ലാം തന്നെ ശേഖരിക്കുകയും ചെയ്തത്. നിലവിൽ ഇപ്പോൾ ആ ദൃശ്യങ്ങളാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പരിശോധനയിൽ നിന്ന് ലഭിക്കുന്നത്, അതായത് കൂടുതൽ ദൃശ്യങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ ആ ദൃശ്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഈ കടുവയുടെ കാലിന്റെ പരിക്ക് എത്രത്തോളം ഗുരുതരമാണ് നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഡോക്ടർ എത്തുമ്പോൾ ഡോക്ടർ അതിന്റെ ഒരു കൃത്യമായ നിരീക്ഷണം നടത്തി വിവരം ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കുമെന്നുള്ളതാണ് നിലവിൽ എരുമേലി റേഞ്ച് ഓഫീസർ ആയിട്ടുള്ള ഹിലാൽ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷമാകും തുടർ നടപടികളിലേക്ക് വിവരങ്ങൾ നൽകുകയായിരുന്നു സുബിൻ തോമസ്.